അപ്പോൾ യക്ഷികളുടെയും ഗന്ധർവന്മാരുടെയും മെയിൻ അട്രാക്ഷനായ പാലമരത്തിലെ പാലപ്പൂക്കളെക്കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത്. പ്ലുമേരിയ റുബ്ര എന്ന് സയൻറ്റിഫിക് നെയിമുള്ള റെഡ് ഫ്രാജിപ്പനിയാണ് ഇവിടെ കാണുന്നത്. ഇതിന് ടെമ്പിൾ ട്രീ എന്നും കാലാച്ചുച്ചി എന്നും വിളിക്കാറുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇതിൻ്റെ പേരുകൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. ഞാനിവിടെ പലരോടും അന്വേഷിച്ചപ്പോൾ കേരളത്തിൽ ഇതിന് പലരും പറയുന്ന പേരുകൾ ഡിഫറെൻ്റ് ആണ്. അതായത് ചമ്പ എന്ന് ചിലർ പറയുന്നുണ്ട്, ചിലർ പാലയാണെന്ന് പറയുന്നുണ്ട്, ചിലർ ചെമ്പകമാണെന്ന് പറയുന്നുണ്ട്, ചിലർ ചെമ്പകമാണെന്ന് പറയുന്നുണ്ട്, ചിലർ അരളി എന്ന് പറയുന്നുണ്ട്, ചിലർ അലറി എന്നും പറയുന്നുണ്ട്. നെറ്റിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് ഇതിന് ചമ്പ എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല ഇതിൻ്റെ കോമൺ പേര് ടെമ്പിൾ ട്രീ എന്നാണ്. എന്നാൽ നമ്മുടെ യക്ഷികളുടെ ഒരു അട്രാക്ഷൻ ആയിട്ടുള്ള പാലമരം ആക്ച്വലി അൾസ്റ്റോണിയ സ്കൊളാരിസിസ് എന്ന് പറയുന്ന വേറെ ഒരു മരമാണെന്നാണ് പറയുന്നത്. ഈ അൾസ്റ്റോണിയ സ്കൊളാരിസിസിൻ്റെ കോമൺ വിളിപ്പേരും ഡെവിൾസ് ട്രീ എന്നാണ്. അപ്പോൾ ഈ കാണുന്നത് ചമ്പ എന്ന് വിളിക്കുന്ന ഫ്രാജിപ്പിനി ആണെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. നിക്കരാഗുവയിൽ ഇതിനെ വിളിക്കുന്നത് സെക്കൻജോഷ് എന്നാണ്. സെക്കൻജോഷ് നിക്കരാഗുവ നാഷണൽ ഫ്ലവർ കൂടിയാണ്. ഇതൊരു അപ്പോസൈനേസിയ ഫാമിലിയിൽപ്പെട്ട വളരെ നല്ല സുഗന്ധമുള്ള വൈബ്രന്റ് ആയിട്ട് പൂക്കൾ വളരുന്ന ഒരു ഫ്ലവറിംഗ് ട്രീ തന്നെയാണ്. ഇതിന്റെ ഒരു ഒറിജിനൽ നേറ്റീവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യ അല്ല, ബേസിക്കലി മെക്സിക്കോയും സെൻട്രൽ അമേരിക്കയും കൊളംബിയയും വെനസ്വേലയും ഒക്കെ. പക്ഷേ എന്നിരുന്നാലും ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ റീജിയൻസിൽ വേൾഡ് വൈഡ് ഇതിപ്പോൾ വളരെ കോമൺ ആയിട്ട് അവൈലബിൾ ആണ്. ഇത് പൊതുവേ പൂന്തോട്ടങ്ങളിലും സിമെട്രീസിലും ടെമ്പിൾസിലൊക്കെ കാണാറുള്ള ഒരു കോമൺ ട്രീ ആണ്. ഇനി നമുക്ക് ഇതിന്റെ ഒരു പ്ലാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് വരാം. അപ്പോൾ ഇതിന്റെ പൂക്കൾ റെഡ്, യെല്ലോ, പിങ്ക്, വൈറ്റ് എന്നീ വേരിയൻസിൽ അവൈലബിൾ ആണ്. അതുമാത്രമല്ല ഇത് കൊലകൊലയായിട്ടാണ് ഉണ്ടാകുന്നത്. അത്യാവശ്യം വലിയ പൂക്കളാണ്. ഇലകളാണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഇലകളാണ്. അതുപോലെ ഇത് അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു സ്പെഷ്യൽ സ്പൈറൽ പാറ്റേണിലാണ് ആ ഒരു തണ്ടിൻ്റെ അറ്റത്ത് ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത് ഈ ഇലകൾ. അതുപോലെ തന്നെ മുകളിൽ ഇലകളുടെ സർഫേസ് നല്ല ഗ്ലോസി ആയിരിക്കും, നല്ല ഒരു സാപ്പ് ഗ്രീൻ ആയിരിക്കും. താഴെയാണെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീൻ ആയിരിക്കും വരുന്നത്. പിന്നെ മരത്തിൻ്റെ തടിയിലാണെങ്കിൽ ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ട്. അതുപോലെ തന്നെ അതിനൊരു വെള്ള പശയുണ്ട്. ഇതിൻ്റെ ഒരു ഗ്രോയിങ് കണ്ടീഷൻസ് പറയുകയാണെങ്കിൽ ഒരു വാം ആൻഡ് ഡ്രൈ കണ്ടീഷൻസിൽ ഇത് നന്നായിട്ട് വളരും. അതുപോലെ തന്നെ ലൈറ്റ്, ഒരു ഫുൾ സൺലൈറ്റ്, ഒപ്റ്റിമൽ ഗ്രോത്തിന് നല്ല സൺലൈറ്റ് വേണം. പിന്നെ വാട്ടറിങ് ഒരു മോഡറേറ്റ് വാട്ടറിങ് ഒക്കെ മതി, പക്ഷേ വാട്ടർ ക്ലോഗിങ് പാടില്ല. പിന്നെ കൊമ്പ് തട്ടും കുരുവിട്ടൊക്കെ ഇത് മുളപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു കൾച്ചർ സിഗ്നിഫിക്കൻസ് പറയുകയാണെങ്കിൽ ഇത് ഹിന്ദുയിസത്തിലും ബുദ്ധിസത്തിലും റിച്വൽസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള മാല ഉണ്ടാക്കാനും വേറെ ഡെക്കറേഷൻസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഫെസ്റ്റിവൽസിലൊക്കെ. ഇനി ഇതിൻ്റെ ഒരു കെമിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് കോമ്പോസിഷനിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ആൽക്കലോയിഡ്സ്, ഫ്ലേവനോയിഡ്സ്, ടാനിൻസ്, ഗ്ലൈക്കോസൈഡ്സ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. അത് അതിൻ്റെ മെഡിക്കൽ പ്രോപ്പർട്ടീസ് ഇൻക്രീസ് ചെയ്യുന്നു. കൂടാതെ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള ഇറിഡോയിഡ്സും പിന്നെ ടെർപ്പനോയിഡ്സും ഇതിൻ്റെ തെറാപ്യൂട്ടിക് പൊട്ടൻഷ്യൽ കൂട്ടുന്നു. ഇതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സിലേക്കും മെഡിക്കൽ യൂസസിലേക്കും ഒക്കെ വരാം. ഇത് ഡയറക്റ്റായിട്ട് ഞാൻ എവിടെ യൂസ് ചെയ്യുന്ന കണ്ടിട്ടില്ല, പക്ഷേ നെറ്റിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് ഇത് ഒരുപാട് ട്രഡീഷണൽ മെഡിസിൻസിൽ യൂസ് ചെയ്യുന്ന ഒന്നാണ്. മെയിൻലി ആയുർവേദ, പിന്നെ സാധാരണ നമുക്ക് ഒറ്റമൂലിയൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സ്കിൻ ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാനും അൾസേഴ്സ് ട്രീറ്റ് ചെയ്യാനും റെസ്പിറേറ്ററി എയിൽമെൻറ്റ്സിനൊക്കെയാണ്. പിന്നെ ഇതിന് സ്വെല്ലിങ്സും പെയിനൊക്കെ കുറയ്ക്കാനുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് എഫക്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ വളരെ സ്പെഷ്യലായിട്ട് തോന്നുന്നത് ഇതിൻ്റെ വൂണ്ട് ഹീലിംഗ് പ്രോപ്പർട്ടീസ് ആണ്. മറ്റേ ഇൻസെക്ട്സ് ഒക്കെ കടിച്ചിട്ടുണ്ടാകുന്ന മുറിവുകൾ, അതുപോലെ തന്നെ സാധാ മുറിവുകൾ, പിന്നെ ബേൺസ്, ഇതൊക്കെ ഹീൽ ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു ടോക്സിക് എഫക്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇതിൻ്റെ തടിയിലൊക്കെ ഒരു വെള്ള പശ പോലൊരു സംഭവമുണ്ട്. അപ്പോൾ ആ വെള്ള പശ ആക്ച്വലി ടോക്സിക് ആണ്. അപ്പോൾ ഇത് സ്കിൻ ഇറിറ്റേഷൻസും പിന്നെ അതുപോലെ തന്നെ അലർജിക് ആയവർക്ക് സ്കിൻ ഇറിറ്റേഷൻസും അതുപോലെ തന്നെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഡിസ്കംഫേർട്സ് ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു മെഡിസിനൽ പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ട്രീ ആണ്. വളരെ സ്പെഷ്യൽ ലുക്കുള്ളൊരു ട്രീ ആണ്. അത് നല്ലൊരു വലിയ ഗാർഡൻസിലേക്കൊക്കെ നല്ല ആഡ് ഓണും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.